ഹലോ, നമ്മുടെ നാട്ടിലെ പല വീടുകളിലും കിടപ്പ് രോഗികൾ ഉണ്ട്. നമ്മുടെ പ്രായാധിക്യം വന്ന രക്ഷിതാക്കളോ മറ്റ് രക്തബന്ധുക്കളോ ഒക്കെ പലരും ബെഡ് റിഡൺ ആവുന്ന അവസ്ഥ. ഈ സമയത്തും സാഹചര്യത്തും നമ്മുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ പലപ്പോഴും രോഗവിവരം ആരാഞ്ഞും ഈ രോഗിയുടെ അവസ്ഥയെപ്പറ്റി അറിയാനും സ്നേഹ സൗഹൃദങ്ങൾ ആശംസിക്കാനുമൊക്കെ വീട് സന്ദർശിക്കാറുണ്ട്. പക്ഷേ ഇത് വരുത്തുന്ന വിനയും വിനാശവും ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ ഒരു സംഗതിയാണെന്നുള്ളതാണ് പരമമായ സത്യം. ഈ ചെല്ലുന്നത് നമ്മൾ ഓരോ വ്യക്തികളാണെങ്കിലും ഇതിനെ എല്ലാവരെയും സഹിക്കുന്നത് ഒരു വ്യക്തിയായിരിക്കും. മിക്കവാറും ആ ബെഡ് റിഡറായിട്ടുള്ള ബന്ധുവിനെ പരിചരിക്കാൻ നിൽക്കുന്ന ആളായിരിക്കും. ആ ആൾ അഭിനയത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അന്തമിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ആയിരിക്കും സംജാതമാവുക. നമ്മളറിയാതെ ചെയ്യുന്നതാണ്. നമ്മൾ ഇക്കാര്യം അവർ മറ്റാരോടെങ്കിലും പരാതിയോ പരിഭവമായി പറഞ്ഞ് നമ്മളറിഞ്ഞാൽ അതിൻ്റെ ഈർഷ്യ വളരെ വലുതുമായിരിക്കും. അറിയേണ്ടത് മിക്കവാറും ബെഡ് റിഡൺ ആയിട്ടുള്ള രോഗികൾ രാത്രി ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുമ്പോൾ അവർക്ക് കൂട്ടിരിക്കേണ്ടതും ഈ വ്യക്തികളായിരിക്കും. പകൽ ഒരു വേള ഒന്ന് കണ്ണടയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴായിരിക്കും ഒരാൾ വരുന്നത്. ആ ആൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതിന് മുന്നേ തന്നെ അടുത്ത ആൾ വരും. എല്ലാവരോടും ഈ രോഗവിവരവും ചികിത്സാക്രമങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ യാതൊരു വിട്ടുവീഴ്ചയും യാതൊരു മുഖത്തിൽ ഈർഷ്യയുമില്ലാതെ പറഞ്ഞ് ഫലിപ്പിച്ചില്ലെങ്കിൽ അവരെ പരിഗണിച്ചില്ല എന്നുള്ളൊരു വലിയ പാതകമായി മാറും. ഇക്കാരണം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അഭിനയിക്കേണ്ടിയും വരുന്നു. ഇതിനുപരി ഈ ശയ്യാവലംബിയായ രോഗിയെ പരിചരിക്കണം, കുളിപ്പിക്കണം, അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കണം. അത് മറ്റൊരു കാര്യം. സാമ്പത്തിക അരക്ഷിതാവസ്ഥ വേറൊരു കാര്യം. ഇതിനിടയിൽ ചില പഹയന്മാർ വേറൊരു വേലയും കൂടെ കാണിക്കും. ഈ മൾട്ടിമീഡിയ ഫോൺ എടുത്തിട്ട് പതിയെ ഇത് സെൽഫി എടുത്തോ അല്ലെങ്കിൽ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ടോ ഫാമിലി ഗ്രൂപ്പുകളിലും നാട്ടു ഗ്രൂപ്പുകളിലുമൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം ഈ പെട്ടുപോകുന്ന ഒരു വ്യക്തിയുടെ മനോവികാരത്തെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഒരു വേള നമ്മളിത് ഓർക്കേണ്ടതാണ്, അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയവുമാണ്.